എന്റെ വൈഫ് യൂട്യൂബിൽ വന്നിട്ട് എന്നെ കുറിച്ച് എന്തോരം വേണ്ടാതീനങ്ങൾ പറഞ്ഞെന്നറിയാവോ? ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വിടണേ പ്ലീസ്. ആക്ച്വലി കോൺടാക്റ്റഡ് സംബഡി ഫ്രം ദിസ് ജാസ്മിൻസ് ആർമി. പേര് നിയാസ്. ഞങ്ങൾ പിരിഞ്ഞ താമസിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഈ 5 വർഷം ഇല്ലാത്ത പ്രശ്നം ഇപ്പൊ എങ്ങനെയാ വന്നത്? ഷീ വാസ് ആസ്കിങ് ലൈക്ക് ദിസ് ഈസ് ഹൗ ഡിവോഴ്സ് വർക്ക്സ്. ഗിവ് മീ മണി, ഐ വിൽ സ്റ്റോപ്പ് ടോക്കിംഗ്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എന്റെ മോനെ ഞാൻ നോക്കാതിരുന്നു എന്നൊന്നും വേണ്ടാത്തരം പറയും. Do you miss your son? Like, obviously you will miss your son. It's my blood. മാറില്ല. I lost myself കേട്ടോ. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. നിങ്ങളൊരു സീസൺ 1 ഒരാളെ മിസ് ചെയ്ത് നിങ്ങൾ പോട്ടെ വിടും. ദിയാസനാണ് ഉദ്ദേശിച്ചത്. എനിക്കും തോന്നി അവൻ പാവമാണ്, അവനെ പുറത്ത് വിടണമായിരുന്നു. ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്ടിവിറ്റീസ് ആണ് കാണിക്കുന്നത് എനിക്കറിയാം, പക്ഷെ എന്ത് ധൈര്യത്തിലാണ് വന്നിരുന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അതിനെ ട്രോൾ ചെയ്തൊരു സാധനം, ഞാൻ ഒരു ടെക്നീഷ്യനാണ്. അത് അവന്റെ ജോലി ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ടെൽ ദാറ്റ് എനിക്ക് കുറച്ച് ലെവൽ വേണം, എനിക്ക് കുറച്ച് ലെവൽ കുറയ്ക്കണം. അല്ലാതെ അവന്റെ ഉപ്പനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഹൂ വാസ് മൈക്കിൾ ജാക്സൺ? അയാള് സൗണ്ട് എഞ്ചിനോട് ചോദിക്കുന്ന could you please reduce the volume on my ears? Okay, that's fine, thank you so much, god bless you. അതാണ് മൈക്കിൾ ജാക്സൺ. റെസ്പെക്ട്. എന്റെ ഫാൻസ് ചീത്ത വിളിക്കില്ല, 100% വിളിക്കില്ല. ബിക്കോസ് ദാറ്റ് വാസ് നോട്ട് മെയ്ഡ് ഫ്രം മണി. സൈബർ ബുള്ളിങ് ആരോട് ചെയ്താലും ഇറ്റ്സ് നോട്ട് ഓക്കെ, ഇറ്റ്സ് റോങ്. ഒരു ചേച്ചി ഇട്ടിരിക്കുന്ന കമന്റ് ആണ്, നീ മുക്കുവനല്ലേടാ. എന്താ കുഴപ്പം മുക്കുവനായോണ്ട്? ഞാൻ മുക്കുവനാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ചേച്ചി വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ കമന്റ് അടിയുമോ? ബിഗ് ബോസ് ഒരു സിനിമയാക്കുവാണെങ്കിൽ എന്ത് ടൈറ്റിൽ ഇടും? ചന്ത. സീസൺ 6 ആണെങ്കിൽ എന്തായാലും ചേട്ടൻ സിനിമ ചെയ്യണമെന്നാണല്ലോ ആഗ്രഹം. ഇപ്പൊ ബിഗ് ബോസ് ഒരു സിനിമയാക്കുവാണെങ്കിൽ എന്ത് ടൈറ്റിൽ ഇടും? ചന്ത. സീസൺ 6 ആണെങ്കിൽ സീസൺ 6 ആണ് എന്റെ സിനിമയെങ്കിൽ സിനിമയുടെ ടൈറ്റിൽ പേര് ചന്ത. ഇതൊക്കെ കേട്ടിട്ട് ഈ ഇറങ്ങി വരുന്ന എവിക്റ്റഡ് ആയിട്ടൊക്കെ വരുന്ന കണ്ടസ്റ്റ് അവർക്ക് വിഷമാവൂലേ ചിലപ്പോ കേൾക്കുമ്പോ? ഉറപ്പായിട്ടും. അപ്പൊ അതൊരു എന്നെ മനസ്സിലാവും. ഫണ്ണായിട്ടല്ലേ ചോദിച്ചത്? ഞാൻ ഫണ്ണായിട്ടാണ് ആൻസർ പറഞ്ഞത്. വൈ ആർ യു ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി? ഞാൻ സീസൺ എടുത്തല്ല, ഈ സീസൺ എടുക്കാൻ ഫണ്ണായിട്ട് എടുക്കണം. ഇത് ചന്ത. ഞാനും ഉണ്ട് അതില്. അങ്ങനെ പറയുവാണെങ്കിൽ പിന്നെ ഞാനും ഉണ്ടല്ലോ. ഞാൻ എന്തൊക്കെ ചന്തത്തരം കാണിച്ചതിനകത്ത് ഞാനും ഉണ്ട്, ഇൻക്ലൂഡഡ്. ചന്ത. അങ്ങനെ വല്ല ഐഡിയാസ് തോന്നിയോ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട്? അതായത് ബിഗ് ബോസിന് ശേഷമുള്ള ഒരാളുടെ ലൈഫ് എങ്ങനെയാണെന്ന് ഒരു കഥ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൂടെ ഒക്കെ വേണ്ടിട്ടാണ് ഞാൻ അകത്തേറി പോയത്. കിട്ടി, എനിക്ക് തന്നെ കിട്ടി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി. ഫണ്ണൊക്കെ ഉണ്ടെന്നേ, രസമുള്ള പരിപാടിയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് മൈറ്റ് ഫീൽ ദിസ് ഇസ് ജസ്റ്റ് എ ഷോ. ഇതിനെ ഒരു ബിയോണ്ട് ലാർജർ ദാൻ ലൈഫ് ആയിട്ടൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന ഓഡിയൻസിനോട് എന്തായിരിക്കും പറയുക? കറക്റ്റാണ്. വാട്ട് യു ആർ തിങ്കിങ് ഈസ് റൈറ്റ്. നിങ്ങൾ അതിനൊരു ഷോ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്, ഈ പറഞ്ഞ ഇത്രയും ഫാൻ ഫോളോയിങ്, ഇങ്ങനത്തെ അറ്റാക്സ് ഒന്നും ഒരാൾക്ക് കിട്ടില്ല. ബിഗ് ബോസ് ഷോ അത്രയും TRP കിട്ടത്തില്ല. ക്രിട്ടിസൈസ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ദാറ്റ്സ് ദി വേർഡ്. ഇഫ് ഐ സേ സിബിൻ ചേട്ടൻ അവിടെ ചെയ്തത് മോശമായി പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ഞാൻ പറയുന്നത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ ചേട്ടനോട് പറയാം. പക്ഷെ ഞാനത് വേറെ രീതിയിൽ വിളിക്കാറുണ്ട്, എനിക്ക് പച്ചത്തറി ഇട്ടാറുണ്ട്. പക്ഷെ ഇവരൊക്കെ ഫേക്ക് അക്കൗണ്ട്സ് ആണ്. അതാണ് തലയില്ലാത്ത പട്ടികൾ കുരിക്കുന്നു ഞാൻ പറയുന്നു. ലെറ്റ് ദം ബാർക്ക്, നോബഡി ഈസ് ഗോണ റെസ്പോണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ അല്ല ഒരു മെനിഞ്ഞാന്ന് ഞാൻ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, സിബിനെ ഞങ്ങൾ ചീത്ത വിളിച്ച്, അതായത് ജാസ്മിന്റെ PR ഗ്രൂപ്പിലൊന്നും ഒരു ഓഡിയോ മെസ്സേജ് പുള്ളി പ്ലേ ചെയ്താ. സിബിനെ ചീത്ത വിളിച്ച് അവന്റെ എല്ലാ വീഡിയോയുടെ അടിയിലും അവനെ ചീത്ത വിളിച്ച് അവനിപ്പോ ഏതാണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇതാണ് അവർക്ക് ചീത്ത വിളിച്ച് നമ്മൾ ഒതുക്കുക. ഇനി നമുക്ക് വേറെ ആൾക്കാരെ അങ്ങനെ എന്തോ പറയുന്ന സാധനം. ഒതുങ്ങിയിട്ടൊന്നുമില്ല. അതെ, ഇപ്പൊ കുറച്ച് ട്രാവലിംഗിലായിരുന്നു, അതുകൊണ്ടാണ്. ഇന്ന് 2 പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എങ്ങനെ എടുക്കും? അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വരുന്നത്. പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിബിൻ അത് നീ ജാസ്മിനെ ഇങ്ങനെ ബുള്ളി ചെയ്തത് ശരിയായില്ല, അത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അവരുടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ബുള്ളി ചെയ്തതല്ല, ഞാൻ എന്റെ ഗെയിമാ ചെയ്തത്. ആ ഗെയിം എന്നോട് എല്ലാരോടും ഞാൻ ജാസ്മിനോട് പെരുമാറുന്നത് പോലെ അല്ല ഞാൻ പെരുമാറിയത്. ജാസ്മിൻ എന്നോട് പെരുമാറുന്ന രീതിക്കാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നോട് വി ഹാഡ് ആൻ ആർഗ്യുമെന്റ് വിത്ത് ഋഷി ആൻഡ് ഓൾ. ഞാൻ ഋഷിയും ഫൈറ്റ് ഉണ്ടായിരുന്നു. ഋഷി എന്നോട് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ ഋഷിയോട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അൻസിബ എന്നോട് ഫൈറ്റ് ചെയ്തു, അതിന് എങ്ങനെയാണോ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പൊ ദാറ്റ്സ് നോട്ട് ബുള്ളിങ്.
അല്ലാണ്ടല്ല ഈ ലിമിറ്റ് വിട്ട് പോകുന്ന അതും ഞാൻ മൈൻഡ് ചെയ്യില്ല, ഇഗ്നോർ ചെയ്യും. യു ഇഗ്നോർ. പക്ഷെ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചെപ്പക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും, അത്രേ ഉള്ളൂ. ധൈര്യമുള്ളവന്മാർ അങ്ങനെ ചെയ്യാൻ പറയണം. ഓക്കെ. ഈ ബോട്ട്സ് ടൈപ്പ് ഓഫ് അങ്ങനെ ജനറേറ്റ് ബോട്ട് അല്ലെന്ന് തോന്നുന്നു, ഇവര് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യുന്നത്. അത്ര കമ്മിറ്റഡ് ആയിട്ടുള്ള പൈസ കിട്ടുന്നേ, കാശൊക്കെ കൊടുക്കും ചിലപ്പോ. ഏത് ഇങ്ങനെ PR ടീംസിന് കാശൊക്കെ കൊടുക്കും. പരിപാടി നല്ല നോക്കുന്ന അടുത്ത വർഷം. വേണ്ട. ഇപ്പൊ ഞാനും സിൽവ മാസ്റ്ററും കൂടെ, സിൽവ മാസ്റ്ററിനെ അറിയാം, സിൽവ മാസ്റ്റർ ഞാനും കൂടെ ഒരു ഫോട്ടോ, ഞങ്ങളിപ്പോ ഒരു ഫോട്ടോ ഇട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോ അതിന്റെ അടി ഒരുത്തിന്റെ കമന്റ് ആണ്, ജാസ്മിൻ ഒന്ന് ഇറങ്ങട്ടെ, നിന്നെ ഇപ്പം റെഡിയായി കളയും, നിന്നെ അവള് വലിച്ചീറി ഒട്ടി, ഇവിടെ സിൽവ മാസ്റ്റർ ഡേ, ഇങ്ങനെ സ്റ്റണ്ട് മാസ്റ്റർ. ബുദ്ധിയില്ലാത്തവന്മാരുടെ കാര്യം. ഞങ്ങളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയിരുന്നു. അതെടുക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഈ ചേട്ടൻ്റെ കോണ്ടന്റ് എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ചീത്ത, മെജോറിറ്റി കുറേ ഇങ്ങനെ നെഗറ്റീവ് കോമെന്റ്സ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ചേട്ടന് വലിയ സപ്പോർട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ശരിക്കും പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് പുറത്ത് ആൾക്കാരോട് കുത്തിവയ്ക്കുമ്പോൾ ഞങ്ങൾ 10 പേരോട് ഒരു ഇതിൽ പറയുകയാണ്, ജസ്റ്റ് ഒരു റേഷ്യോ പറയുകയാണെങ്കിൽ 10 പേരോട് ചോദിച്ചാൽ 9 പേര് സിബിൻ എന്ന് പറഞ്ഞു. ഓക്കെ, പുറത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ വേറൊരു സാധനമാണ് കാണുന്നത്. അത് ഇതാ ഈ പറഞ്ഞ വിമർക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് ചേട്ടാ. ഞാനതാ പറയുന്നത്, എന്നെ ഇത് ബോധർ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ വെളിയിലൊക്കെ പോയി ഷോ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ആൾക്കാരുടെ സ്നേഹവും ആ ഒരു അക്സെപ്റ്റൻസും കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നും നല്ല പരിപാടി. ഇപ്പൊ ഞാൻ ഷോ ചെയ്യാൻ പുറത്ത് വരുന്നു, ഇന്ത്യയുടെ വെളിയിൽ പോയി ഷോ ചെയ്തു, 2 സിറ്റിയിൽ പോയി ചെയ്തു. ഈ 2 സിറ്റിയിൽ നമുക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്, ഭയങ്കര അക്സെപ്റ്റൻസാണ്. ഒരാളും വന്നിട്ട് എൻ്റെ അടുത്ത് മോശമായിട്ട് ഒരു വാർക്കും പറഞ്ഞില്ല, പറയുന്നതേ ഉള്ളൂ, നീ ഇറങ്ങി വരണ്ടായിരുന്നു അങ്ങനെ പറയും. അപ്പോഴെനിക്ക് അവരുടെ അടുത്ത് ഇനി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ചേട്ടാ എന്നെ ഇറക്കി വിട്ടാണെന്ന്, ഞാൻ സോറിയൊക്കെ പറഞ്ഞെങ്കിൽ വരും. അതെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കുറെയൊക്കെ ട്രൈ ചെയ്യും, കുറെയൊക്കെ പറ്റില്ല, നമ്മള് എക്സോസ്റ്റഡ് ആവും. എനിക്ക് ചേട്ടൻ്റെ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എലമെന്റ് പറഞ്ഞാൽ ലൈക്ക് എന്താ കോൺട്രവേഴ്സി ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ആൾക്കാർ ചീത്ത കളിക്കുന്നുണ്ട്, തെറി കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊരു എന്താ നമ്മളപ്പോഴും ആ ഒരു ജോളി ആ ഒരു വൈബിൽ ഞാനിപ്പോ എനിക്കൊന്ന് യു ഡിഡ്ന്റ് നോ ദാറ്റ് I was expecting a question like that, too personal question. You didn't ask that question. എൻ്റെ വൈഫ് വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് എന്നെ കുറിച്ച് എന്തോരം വേണ്ടാതീനങ്ങൾ പറഞ്ഞെന്നറിയാവോ? ഞാൻ ഇതുവരെ അതിന് മറുപടി കൊടുത്തിട്ടില്ല. എന്താ കാര്യം? അത് ചോദിച്ചില്ല കേട്ടോ, ഞാൻ പറയാം. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യനോട് ഞാൻ ഇങ്ങനെ ജോളി ആയിട്ടിരിക്കുന്നത്, എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എനിക്ക് ഉറപ്പാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഡിവോഴ്സ് ആവശ്യമുള്ളവർ കോടതി വന്ന് ഡിവോഴ്സ് എടുക്കണം. യൂട്യൂബിൽ ഡിവോഴ്സ് കൊടുക്കുന്ന പരിപാടിയെല്ലാം ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്നിട്ട് ഏതോ ഒരു മോഡലുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പരസ്ത്രീ ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരത്തി. ചാറ്റൊക്കെ വിടുന്നു, വിട്ടോ ചാറ്റ് വിടുമ്പോൾ എല്ലാം വിടണം, അങ്ങറ്റോ ഇങ്ങറ്റോ വിടണം. ദാറ്റ്സ് വാട്ട് ഐ മീൻ. എനിക്ക് പ്രശ്നമില്ല ഒന്നും, ഞാൻ അതിനൊന്നും മറുപടി. ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇത് വന്നോണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ പിരിഞ്ഞ താമസിക്കാൻ കൊണ്ട് 5 കൊല്ലമായി. ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വിടണേ പ്ലീസ്. ഞങ്ങൾ പിരിഞ്ഞ താമസിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഈ 5 വർഷം ഇല്ലാത്ത പ്രശ്നം ഇപ്പം എങ്ങനെയാണ് വന്നത്? ഇപ്പം വന്ന് പബ്ലിക്കിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. When I was eliminated, when I was facing heavy cyberbullying, she actually contacted somebody from this Jasmine's army. പേര് നിയാസ്, എക്സ്ക്ലൂസീവ്. എന്നിട്ടാണ് എന്ന് പറഞ്ഞ ചാനലിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവരെന്നെ അപ്രോച്ച് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മീഡിയ ചർച്ച ചെയ്യില്ല. എൻ്റെ മകന് അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മീഡിയ കിടന്ന് നാളെ അവൻ്റെ ഫ്യൂച്ചറിനെ അത് എഫക്റ്റ് ചെയ്യും. ദർ ഇസ് എ പ്രോബ്ലം വിത്ത് മൈ സൺ, ഇറ്റ് ഈസ് മൈ പ്രോബ്ലം, ഇറ്റ് ഈസ് അവൻ്റെ അമ്മയുടെ പ്രശ്നം, അവൻ്റെ പ്രശ്നം, നോട്ട് ദ പബ്ലിക്സ് പ്രോബ്ലം. അത് ഫിക്സ് ചെയ്യേണ്ട ഞങ്ങളാണ്. അത് ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ഓക്കെ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ പോയിട്ട് സിബിൻ അടിക്കുമ്പോൾ ഈ സാധനമാണ് വരുന്നതെങ്കിൽ ദാറ്റ് വുഡ് അഗെയിൻ എഫക്ട് മൈ സൺ, റൈറ്റ്? സോ ഷീ ഷുഡൻറ്റ് ഡു ദാറ്റ്. ഇത് പബ്ലിക് ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയം അല്ലായിരുന്നു. ഡിവോഴ്സ് വേണമെങ്കിൽ കോടതി വന്ന്, ഞാൻ ഫയൽ ചെയ്ത ഡിവോഴ്സ് അവിടെ വന്ന് കോടതിയിൽ നിന്ന് ഡിവോഴ്സ് മേടിച്ച് പോവുക. അലിഗേഷൻസ് പറയുമ്പോൾ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടാവുക. ഒരു പെൺകുട്ടിയുടെ പേര് ചേർത്ത് എൻ്റെ പേര് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ലൈഫ് ഉണ്ടെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ചുമ്മാ വന്ന് സിബിനെ കുറിച്ച് വേണ്ടാതിനം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ ഞാൻ വായിക്കും. എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ, എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തേക്കാം, കോപ്പി പേസ്റ്റ് 5 കമൻറ്റ് ഉണ്ട്. സെർച്ച് ഫോർ സിബിൻ ചിഞ്ചു, സെർച്ച് ഫോർ സിബിൻസ് വൈഫ് പ്രോബ്ലം, സെർച്ച് ഫോർ സിബിൻസ് വൈഫ് പ്രോബ്ലം എന്ന് പറഞ്ഞ് അവൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ദർ ഇൻറ്റൻഷൻ? റൂയിൻ മൈ ഇമേജ്. എന്നെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല, ബിക്കോസ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഈ തെളിവ്, ഈ ചാറ്റും ഒക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് വന്നിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ സംസാരിച്ചത് പ്രൈവറ്റാണ്, നാട്ടുകാർ കാണണ്ട. എൻ്റെ ഭാര്യ ഞാൻ ചീത്ത പറയും, എൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിപ്പിടിക്കും. ദാറ്റ്സ് മൈ പേഴ്സണൽ സ്പേസ്.
ഒരിക്കലും പബ്ലിക്ക് ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല. ഷീ സ്റ്റിൽ അപ്രോച്ചിങ് ലോട്ട് ഓഫ് മീഡിയാസ് ടിൽ നൗ. സിബിൻ ഫേസ് ടു ഫേസ് ചർച്ചയാണ്. എന്തിനാണ് ഇത്, കഥയിൽ ഇത് ജീവിതമാണ്. കോടതിയിൽ വരൂ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അവർ ശിക്ഷിക്കട്ടെ. ഞാൻ തെറ്റ് ചെയ്ത് ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രൂവ് ഇറ്റ് ഇൻ ദ കോർട്ട്. ഡു നോട്ട് ബ്രിങ് ഇറ്റ് ടു ദ പബ്ലിക്. വാട്ട് ഇസ് ദ പ്രൂഫ് ഷീ ഹാവ്? ഡസ് ഷീ ഹാവ് എ ഫോട്ടോഗ്രാഫ് മീ ബി തിങ് എ ഗേൾ? ഉണ്ടാവും. അതിൻ്റെ അടുത്ത് എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ദിസ് ഇസ് എ റിക്വസ്റ്റ് ടു ഹെർ. ദിസ് ഇസ് എ റിക്വസ്റ്റ് ഐ എം സെൻഡിങ് ടു. ഡു നോട്ട് ഡു ദിസ്. ഇത് പബ്ലിക്കിൽ സംസാരിക്കേണ്ട കാര്യമല്ല. നമ്മൾ വീട്ടിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മാത്രം കാര്യങ്ങളാണ്. അത് നമുക്ക് പ്രൈവറ്റ് സ്പേസിൽ സംസാരിക്കാം, പരിഹാരം ഉണ്ടാക്കാം. പേടിച്ചിട്ടൊന്നുമില്ല. എന്തിനാ ഞാൻ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി ഇതിനേക്കാളും ഹേർട്ടായിരിക്കും യു വിൽ ഗെറ്റ്. ബിക്കോസ് ചാറ്റൊക്കെ എൻ്റെ ഉണ്ടല്ലോ, അത് വേണ്ട, നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മീഡിയനെ ഹാൻഡിൽ ചെയ്യുന്നത്. കമ്മിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. എന്തിനാ മോളെ, ഞാൻ 5 കൊല്ലമായിട്ടും ഇത്ര നാളില്ലാത്ത യൂട്യൂബിൽ ഇപ്പം എന്തിനാ വന്നത്? 5 വർഷമായിട്ട്. ഇപ്പം ഞാൻ ലൈം ലൈറ്റ് വന്നപ്പോൾ സിബിൻ്റെ ഇമേജ് ഒന്ന് സ്പോയിൽ ചെയ്തേക്കാം. എന്നിട്ട് എനിക്ക് അയച്ച മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. ഷീ വാസ് ആസ്കിങ് ലൈക്ക് ദിസ് ഈസ് ഹൗ ഡിവോഴ്സ് വർക്ക്സ്, ഗിവ് മീ മണി ഐ സ്റ്റോപ്പ് ടോക്കിംഗ്. പൈസ തരൂല, നീ പറ. ചോദിച്ചു മനഃപൂർവ്വം സ്കിപ്പ് ചെയ്താ? ഓക്കെ, ദാറ്റ്സ് മൈ തിങ്. ഈ ചേട്ടൻ പറഞ്ഞ സെയിം റീസൺ തന്നെ. രണ്ട് പേഴ്സണൽ, അതായത് കല്യാണം, പ്രണയം, ഇതൊന്നും ഒരു പബ്ലിക്കിന് എടുത്തെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അവകാശം, എനിക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ്സ് റീസൺ വൈ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, നമ്മൾ 2 പേര് പിരിയുമ്പോൾ നമ്മൾ കോമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ടാണ് പിരിയുന്നത് എന്ന് കരുതി നമ്മൾ മറ്റയാളെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഉറപ്പായിട്ടും പറയില്ല. അവന് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ അവനെ വിട്ടിട്ട് പോയത്. ഞാനതാ പറയുന്നത്. ഞാൻ എല്ലായിടത്തും, ഞാൻ ഒരിടത്ത് പോലും ഇദ്ദേഹത്തെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, ഇനിയും സംസാരിക്കില്ല. ഇപ്പോഴും ഞാൻ തന്നെ പറയുന്നത്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാനാണ് പ്രശ്നക്കാരൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോയി, സമ്മതിച്ചു. പക്ഷെ വേണ്ടാതീനം പറയരുത്. ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എൻ്റെ മോനെ ഞാൻ നോക്കാതിരുന്നു എന്നൊന്നും വേണ്ടാത്തരം പറയരുത്. അത് തെമ്മടുത്ത കള്ളത്തരം. ഡോണ്ട് ഡു ദാറ്റ്. എൻ്റെ സ്വഭാവം ശരിയില്ലെന്ന് പറ, ഞാൻ നിങ്ങളെ നോക്കുന്നില്ല എന്ന് പറ. ശരി, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ നോക്കുന്നില്ല, അങ്ങനെ പറയൂ. അല്ലാതെ ഒരിക്കലും ഇമാതിരി പരിപാടി പറയരുത്. എന്തിനാണ് ആ കുട്ടിയുടെ ലൈഫൊക്കെ നശിപ്പിക്കുന്നത്? അവർ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്, പാവം. ആൻഡ് വി ആർ ഇൻ ഗുഡ് ടേംസ് നൗ. വാട്ട് ഈസ് ദ പ്രോബ്ലം ഷീ ഈസ് ഹാവിങ് നൗ? അപ്പോൾ ഈ സിറ്റുവേഷൻസിലൊക്കെ, ഐ മീൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ് മീ ആസ്കിങ്, ഡു യു മിസ് യുവർ സൺ? ലൈക്ക് ഒബ്വിയസ്ലി യു വിൽ മിസ് യുവർ സൺ. എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു പൂജ, 1 2 3 ഇട്ടിട്ട് നിനക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് പറയുന്നത്. 1 is my son. She was expecting me to say my name, but I said my son. And it's my blood. മാറില്ല, മിസ്സാവും. മിസ് ചെയ്തല്ലേ പറ്റൂ. Obviously. പിന്നെ കാണാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു. തെറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ മോനെ പ്രൊഡ്യൂസ് ചെയ്യുന്നും പറഞ്ഞിട്ട് ഞാനൊരു കസ്റ്റോഡിയൻഷിപ്പ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ 3-4 സിറ്റിംഗ് ആയിട്ട് പ്രൊഡ്യൂസ് ചൈൽഡ് എന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം പോലും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഞാൻ അവരുടെ വീട്ടിൽ കാണാൻ പോയി കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മേളിൽ ചാർത്തി തരാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അത് പബ്ലിക്ക് പറയണ്ട, വിട്ടോ. ഓക്കെ, സോ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഡു യു തിങ്ക് ലൈക്ക് കൂടെ ഒരാൾ വേണമായിരുന്നു, ലൈക്ക് ആസ് ഇൻ ഒരു നല്ലൊരു പാർട്ട്ണർ? അല്ല, നമുക്ക് ഡെഫിനറ്റ്ലി ഓബിയസ്ലി ഒരു കമ്പാനിയൻ വേണം. ഫോർ മീ എ കമ്പാനിയൻ ഈസ്, ഇപ്പോൾ എനിക്ക് ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം കിട്ടില്ല. കൊടുക്കാൻ പറ്റും, എനിക്ക് കൊടുക്കാൻ പറ്റും, എനിക്ക് കിട്ടില്ല. ഐ മീൻ ഐ കാനോട്ട് എക്സ്പെക്ട് ഇറ്റ്. അങ്ങനെ തരുന്ന ഒരാൾ വന്നാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ ഇറ്റ്. അത് ഞാൻ ചുമ്മാ ജഡ്ജ് ചെയ്യരുത്. ഇപ്പം എനിക്ക് 2 months എൻ്റെ പ്ലേറ്റിൽ എന്തോരം കാര്യങ്ങളുണ്ട്. ഒരു സൈഡിൽ ബിഗ് ബോസ്, ഒരു സൈഡിൽ എൻ്റെ മോൾ ഷൈൻ, ത്രെറ്റ്, എൻ്റെ കരിയർ, ലൈഫ്, ഫോർവേഡ്. ഇപ്പോൾ ഇവള് എൻ്റെ വൈഫ് വന്ന് പറയുന്ന കഥകൾ, സൈബർ ബുള്ളിങ്, ലോട്ട് ഓഫ് തിങ്സ് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോഴും എനിക്കൊരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ ആ കമ്പാനിയൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാത്തൊരു കമ്പാനിയൻ ആയിരിക്കണം. എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നല്ലത്. ബട്ട് ലക്കിലി ഐ എം ഹാവിങ് ഫ്രണ്ട്സ്. ഐ എം ട്രൈങ് ടു ഗെറ്റ് ബാക്ക്. സേ ഐ ലോസ്റ്റ് മൈ സെൽഫ് കേട്ടോ. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം. എനിക്ക് എവിടെയോ ഞാൻ പോയി തിരിച്ചു പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം വഴിതെറ്റി പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചെനിക്ക് പിടിച്ചെടുക്കണം. ഞാൻ ട്രൈ ചെയ്യുക കാര്യമായിട്ട്. സോ ഇപ്പം നിലവിൽ എന്ത് സ്റ്റേറ്റിലാണ് ഉള്ളത്? ഇപ്പം ഐ എം ഫ്ലോട്ടിങ്. ഐ എം ഹൈ. ഞാൻ വിചാരിച്ച എയറിലാന്ന് പറയാം. ഇപ്പൊ ഞാൻ എയറിലാണ്. അങ്ങനെയൊക്കെ വിചാരിക്കാം. ഫ്ലോട്ടിങ്. ഐ എം എൻജോയിങ്. ആക്ച്വലി ഐ എം എൻജോയിങ് ദ റൈഡ്. നല്ല രസമുണ്ട്. ഞാൻ എല്ലാം തികഞ്ഞവൻ എന്നൊക്കെ പറയും കേട്ടോ ഇവന്മാര്, ഈ കമന്റ് ഇടുന്നവന്മാര്. ഞാൻ ചോദിക്കട്ടെ, അഭിപ്രായം എല്ലാവർക്കും പറഞ്ഞൂടെ? എന്നെ കുറിച്ച് വേറൊരാൾ പറയട്ടെ അഭിപ്രായം.
എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, എൻ്റെ ഒബ്സർവേഷൻസ് ആണ് അത്. ഞാൻ ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് പറയാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയും, എൻ്റെ അവകാശമാണ്, റൈറ്റ് ടു സ്പീച്ച്. ഇനി ആൾക്കാർ ചോദിച്ചാൽ ഇനിയും ഇതേപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ കടപ്പെടാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാരെയും കുറിച്ച് പറയാം. ഇപ്പൊ ഒരുപാട് പേരെ മിസ് ചെയ്ത് ഈ കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങളൊരു സീസൺ 1 ഒരാളെ മിസ് ചെയ്ത്, നിങ്ങൾ പോട്ടെ വിടൂ. അതാരായിരുന്നു? പുള്ളിക്കാരത്തി അത്യാവശ്യം എന്റെ പുറകെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്, ഇപ്പൊ കാണാനില്ല. അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ മേ ബി എന്റെ കോണ്ടാക്റ്റിൽ വന്നിട്ടില്ലായിരിക്കും. എന്താ ചേട്ടത്? ദിയാസനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിക്കാരത്തി ഇപ്പൊ എന്നെ കുറിച്ച് എന്തൊക്കെയോ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ലൈവ് വരുന്നു, ഇപ്പൊ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താണ്, അവൻ കരഞ്ഞിട്ട് പുറത്ത് പോണോന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പുറത്ത് പോയത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കരഞ്ഞിട്ട് പുറത്ത് പോണവരെയൊക്കെ ഇവര് പുറത്തിറക്കി വിടുവല്ലേ ചേച്ചി? ചേച്ചിക്ക് ബുദ്ധിയില്ലേ? ചേച്ചി സീസൺ 1 തൊട്ട് ഷോ ആണെന്നല്ലേ, കരഞ്ഞ എല്ലാവരും ഇറക്കി വിട്ടു. അപ്പോൾ കരഞ്ഞിട്ട് പുറത്ത് പോകണമെന്ന് പറഞ്ഞു വിട്ടാ? ഈ പറയുന്ന ഈ സീസണിൽ എത്ര പേര് പറഞ്ഞ്? അഖിലേട്ടൻ പറഞ്ഞിരിക്കുന്നു, എല്ലാരും പറഞ്ഞു. ഇവരൊക്കെ വിട്ടോ? എനിക്കും തോന്നി അവൻ പാവമാണ്, അവനെ പുറത്ത് വിടണമായിരുന്നു എന്ന്. പിന്നെ നമ്മൾ എടുക്കാത്ത സാധനമാണത്. മഴ സമയത്താണ് കൂണ് വരുന്നത്, മഷ്റൂംസ്. അതുപോലെ ബിഗ് ബോസിൽ മാത്രം വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോഴൊക്കെ മാത്രം ഇങ്ങനെ വന്ന് ഒരു സീസണിൽ ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യും, PR ഒക്കെ പിടിച്ചങ്ങ് പോകും. അങ്ങനെ വന്നിട്ട് പോണവരോ, വന്നിട്ട് പോട്ടെ പാവങ്ങൾ. അപ്പൊ ഈ അടുത്ത ഇനി ഒരു ബിഗ് ബോസ് സീസൺസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ചേട്ടന്റെ പേരും ഇതുപോലെ വലിച്ചിഴക്കപ്പെടാൻ സാധ്യത? തീർച്ചയായും സാധ്യത ഉണ്ടായിരിക്കും. ചേട്ടൻ വന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യും ഇതുപോലെ? ഇപ്പം എനിക്ക് വേറെ പണിയുണ്ടെന്ന്, അത് നമ്മൾ വേറെ സിനിമയുടെ കാര്യമായിട്ടൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ ചോദിക്കും ബിഗ് ബോസിനെ കുറിച്ച് എന്താന്നൊക്കെ ചെയ്യാ പറയാ. ഞാൻ ഇതേപോലെ ഇന്റർവ്യൂവിൽ പടം റിലീസ് നടക്കട്ടെ. അപ്പൊ ഞാൻ ചിലപ്പം മേ ബി യു വിൽ ആസ്ക് ചേട്ടാ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു, യു വിൽ ആസ്ക്. അപ്പൊ നമ്മൾ അഭിപ്രായം പറയും, അല്ല അതിന്റെ പുറകെ ഇടം തൂങ്ങില്ല. ടൂ മച്ച്. അത് ഞാനൊരു ഫോട്ടോ ഇട്ട്, അറിയാവോ കഥ? ഞാൻ തന്നെ അത് ട്രാക്ക് ചെയ്തിട്ടല്ലേ. ഞാനൊരു ഫോട്ടോ ഇട്ട്, ആ ഫോട്ടോയുടെ താഴെ ഫോട്ടോയ്ക്ക് പിന്നിൽ മറ്റൊരു കഥ ജനറേറ്റ് ചെയ്യണം. ആ കഥയ്ക്ക് ഒരു തിരക്കഥ വരുന്നു, അത് ജനറേറ്റ് ആവുന്നു, സ്പ്രെഡ് ആവുന്നു, എൻ്റെ പേര് വരുന്നു. അപ്പം ഞാൻ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥയാണ്, ഞാൻ മറുപടി കൊടുത്തു. പിന്നെ അതിന് ഞാൻ ഏതോ ഒരു സ്റ്റോറിയിൽ എവിടെയോ വരുന്നിട്ട് ഞാൻ എന്തോ പറഞ്ഞ എൻ്റെ പേര് അടുത്ത ലൈവ് വരുന്നു. ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ വിളിച്ചിട്ട് ഹലോ സിബിനെ ഇങ്ങനെ നീ പറഞ്ഞു, അത് ഇല്ല ഇവർ